തുളസീദാസ് സംവിധാനം ചെയ്ത ദോസ്ത് എന്ന സിനിമാ സെറ്റിൽ നടന്ന കഥ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. ജനപ്രിയ നായകൻ ദിലീപ് മലയാളക്കരയാകെ ജനപ്രിയ തേരോട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്ന സമയവും, മറുഭാഗത്ത് ചോക്ലേറ്റ് ഇമേജിൽ യുവമനസ്സിലെ പ്രിയതാരം കുഞ്ചാക്കോ ബോബനും. രണ്ടു താരങ്ങളെയും സുഹൃത്തുക്കളാക്കി തുല്യ പ്രാധാന്യമുള്ള രണ്ട് സുഹൃത്തുക്കളുടെ കഥ അതായിരുന്നു തുളസീദാസിന്റെ മനസ്സിൽ. എന്നാൽ ദിലീപ് ആദ്യ ദിനം സിനിമാ സെറ്റിൽ എത്തിയപ്പോൾ കണ്ടത് കഥയിൽ ചെറുമാറ്റങ്ങൾ വരുത്തിയ തുളസീദാസിനെയായിരുന്നു. കുഞ്ചാക്കോ ബോബന് പാട്ടിലും റൊമാൻസിലും കൂടുതൽ പ്രാധാന്യം നൽകി തുളസീദാസ്. പ്രേക്ഷകർക്കൊരു ഇമോഷണൽ കണക്ഷൻ കുഞ്ചാക്കോ ബോബനോട് തോന്നും എന്നു മനസ്സിലാക്കാതിരിക്കുമോ ദിലീപ്? അന്നെടുക്കാനിരുന്ന സീൻ വായിച്ചു കേൾപ്പിക്കാൻ വന്ന അസിസ്റ്റന്റ് ഡയറക്ടർ പയ്യന് നല്ല കണക്കിന് കിട്ടി ദിലീപിന്റെ കയ്യിൽ നിന്ന്. തുടർന്ന് സംവിധായകൻ തുളസീദാസിനും ഷൂട്ട് മുടങ്ങുമെന്ന് മനസ്സിലായപ്പോൾ കഥ മാറ്റി ദിലീപിന്റെ പക്കാ ഹീറോയിസം ചിത്രത്തിലുടനീളം ആഡ് ചെയ്തു സംവിധായകൻ. ജനപ്രിയ നായകനെ അങ്ങനെ ശാന്തനാക്കി സംവിധായകൻ. പക്ഷേ കഥ ഇതോടെയും തീർന്നില്ല. ടെന്നീസ് ചാമ്പ്യനായ കുഞ്ചാക്കോ ബോബന്റെ കഥാപാത്രം ദിലീപുമായി ഏറ്റുമുട്ടുന്നു. ടെന്നീസ് ആ കളിയിൽ കുഞ്ചാക്കോ ബോബൻ ജയിക്കുകയും ദിലീപിന് വാശി കൂടുകയും ചെയ്യുന്നതായിരുന്നു കഥയിൽ. പക്ഷേ അവിടെയും ദിലീപ് തന്റെ വാശിയും സ്റ്റാർഡവും കണക്കിലെടുത്തു. ഞാൻ ജയിക്കുന്നു ടെന്നീസ് കളിയിൽ, ദിലീപ് തുളസീദാസിനോടായി കടുപ്പിച്ചു പറഞ്ഞു. തുളസി ഒന്നും മിണ്ടാതെ തിരക്കഥ തിരുത്തി. പലതവണ ജനപ്രിയ നായകന്റെ ഇത്തരം പ്രവൃത്തികൾ മിണ്ടാതെ അനുസരിക്കാനായി തുളസീദാസിന് കഴിയുമായിരുന്നുള്ളൂ. ഒരു പരിധിവരെ ചോക്ലേറ്റ് ഹീറോയ്ക്കും.